നമ്മുടെ പൊടിയനിപ്പോൾ ഒരു സംശയങ്ങളാണ്. പൊടിയെ ഇപ്പോൾ തങ്കപ്പണ്ണൻ്റെ അടുത്ത് ചില കാര്യങ്ങളൊക്കെ ചോദിക്കും. നമുക്കത് എന്തരെന്ന് കേൾക്കാം. അല്ല തങ്കപ്പണ്ണ, ഈ നമ്മൾ MLA മുകേഷിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത്, അപ്പോൾ മുകേഷിനെ അറസ്റ്റ് ചെയ്തിട്ട് പിന്നെ മുകേഷിനെ ഇപ്പോൾ വിട്ട്, അപ്പോൾ പിന്നെ അണ്ണ എന്തിനാണ് ഈ പറയണത്? ഈ മുകേഷ് MLA ആയതുകൊണ്ട് പിന്നെ മുകേഷിനെ അങ്ങേരെ വിട്ടതാണ്? അതെ, എന്തിനാണ് അണ്ണ ഇതിനകത്ത് സത്യം? ഇടേ പൊടിയ, നീ ഈ പറയണ പോലെയൊന്നും അല്ല കാര്യങ്ങളെന്ന് പറയണത്. ഇപ്പം മുകേഷ് നമ്മളെ കൊല്ലത്തെ MLA ആണ്, നമ്മളെ പാർട്ടിയുടെ MLA ആണ്. അപ്പോൾ അങ്ങേർക്ക് ഓർമ്മ പോലും ഇല്ലെന്നാണ് പറയണത്. അങ്ങനെ ഒരു പിന്നെ പെണ്ണും പിള്ളയെ കണ്ടതായിട്ടോ അവർ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയതായിട്ടോ ഒന്നും അങ്ങേർക്ക് ഓർമ്മയില്ലെന്നാണ് എൻ്റെ പൊടിയ പറയണത്. പക്ഷേ അതിൽ സത്യം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. പിന്നെ അവരൊക്കെ സിനിമ നടന്മാരല്ലേ, അവർക്കൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ഇതൊക്കെ ഒരു തരം നാറ്റ കേസുകളല്ലേ. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്തരാണ് സമൂഹത്തിൽ നമ്മളവരെയൊക്കെ വലിയ താരങ്ങളായിട്ടൊക്കെ കാണുന്നതല്ലേ. അല്ല, ഇതിലിപ്പം നീ വിചാരിക്കണ പോലെയൊന്നും അല്ല. ഇപ്പം മുകേഷ് അണ്ണൻ തന്നെ പറഞ്ഞല്ലോ, നമ്മളെ MLA മുകേഷ് അണ്ണൻ പറഞ്ഞല്ലോ, അത് അങ്ങേർക്ക് ഓർമ്മയില്ല, അങ്ങേർക്ക് അറിയാതെ സംഭവിച്ചു പോയതാണ്, അത് വർഷങ്ങളായ ഒരു സംഗതിയാണ് എന്ന് അങ്ങേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയണ സിദ്ദിഖ്, പിന്നെ നടൻ സിദ്ദിഖിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ തണ്ട അങ്ങേരെ കാണാനില്ലെന്ന് പറയണ്. ഇവിടെ നമ്മളെ ചില പൊതുപ്രവർത്തകർ, പിന്നെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയണ പോലീസിൻ്റെ തൊപ്പിക്കകത്ത് സിദ്ദിഖ് ഉണ്ടെന്നാണല്ലോ. അല്ല, സിദ്ദിഖ് പോലീസിൻ്റെ തൊപ്പിക്കകത്തുണ്ടായിരിക്കും, അല്ലെങ്കിൽ പിന്നെ പോലീസ് കാണക്കൊണ്ട് പോയിരിക്കും. അതിലൊക്കെ നീ എന്തരന് ബേജാറാവണത്? അല്ലണ്ണ, നമ്മളും കൂടെ ഉൾപ്പെട്ട ഒരു ലോകമല്ലേ. സിദ്ദിഖിൻ്റെ എത്രയോ സിനിമകൾ നമ്മൾ കണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഈ സിദ്ദിഖ് പറഞ്ഞതല്ലേ, ഇന്നതുപോലെ ഏതൊരു പെൺകുട്ടിയെയും ആര് ആക്രമിച്ചാലും നമ്മൾ അതിന് തിരിച്ച് പ്രതികരിക്കണം. അത് 10 കൊല്ലം കഴിഞ്ഞാലും 15 കൊല്ലം കഴിഞ്ഞെന്ന് നോക്കിയിരിക്കരുത്. ആ കേരളത്തിലെ ജനത മൊത്തം എൻ്റെ കൂടെ, പെൺകുട്ടിയുടെ കൂടെ ഉണ്ടാവൂ എന്ന് വലിയ വെമ്പാസ്റ്റിക്ക് ന്യായം അടിച്ച ആളാണ്. നിങ്ങൾ ഈ ചുമ്മാ ഒരുമാതിരി പറയരുത്. തങ്കപ്പണ്ണ ഈ പറയണ പോലെ അല്ല കാര്യങ്ങൾ. അല്ല പൊടിയ, ഇപ്പം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്താൽ എന്ത്, അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്ത്? ഇപ്പം നിനക്ക് നിൻ്റെ കാര്യങ്ങൾ നടന്നാൽ പോരെ. ഇപ്പം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണമൊന്നുമല്ല, അങ്ങേര് ഇപ്പോൾ സുപ്രീം കോടതിയിലോട്ട് പോകും ജാമ്യങ്ങൾ ഒപ്പിക്കാനായിട്ട്. ഈ ജാമ്യങ്ങളൊക്കെ ഒപ്പിച്ച് അങ്ങേര് വന്നു കഴിഞ്ഞാൽ, ഈ ജാമ്യം അങ്ങേർക്ക് സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങേരെ ഇവിടെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂല. പിന്നെ എന്തായാലും ഇവിടെ ഇപ്പം ഹൈക്കോടതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങേരെ ഇപ്പം അറസ്റ്റ് ചെയ്യാൻ പോണത്, അങ്ങേരെ കണ്ട് അങ്ങേര് മൂക്കിൻ്റെ തുമ്പത്തിരിക്കണ്, അങ്ങേരെ അറസ്റ്റ് ചെയ്തെന്നൊക്കെ. അണ്ണാ, ഇതിപ്പം മാസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ഇത് വല്ല നടന്നത് തന്നെ. അല്ല, ആ പെൺകുട്ടിയെ ഇങ്ങേര് ഈ പറഞ്ഞ രീതിയിലൊക്കെ പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞെങ്കിൽ അതൊക്കെ ഒരു മഹാ ചെയ്ത്തായി പോയില്ലേ അണ്ണ? ഇതൊക്കെ എന്തരെണ്ണ ഇതൊക്കെ? അല്ല പൊടിയാ, അത് ആ പെൺകൊച്ച് മാസ്കറ്റ് ഹോട്ടലിൽ നമ്മളെ PMGയിൽ വന്നിട്ട് ആ കറക്റ്റ് മുറിയുടെ മുകളിൽ കയറി നിന്നിട്ട് ജനൽ വഴി ആ കാണുന്ന കുളത്തിൻ്റെ നേരെയുള്ള മുറിയിലാണെന്ന് പറഞ്ഞല്ലേ. പിന്നെ അവിടെ ചായകൾ കൊടുക്കാൻ വന്ന പയ്യന്മാരും അവിടെ റിസപ്ഷനിൽ നിന്ന് ആ പെണ്ണും പിള്ളയും പെൺപിള്ളേരെയൊക്കെ കണ്ടെന്നാണല്ലോ പറഞ്ഞത്. അപ്പം പിന്നെ അത് കേസ് എന്തരായിരുന്നാലും ബലത്തിട്ടുണ്ട് പൊടിയാ. അപ്പോൾ അത് ഈ പറഞ്ഞ രീതിയിൽ ബലത്തെ സിദ്ദിഖ് 10 ദിവസമെങ്കിൽ 10 ദിവസം ജയിലിൽ കിടക്കും പിള്ളേ. അപ്പോൾ ഈ പറയണ പോലെ അണ്ണൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഗതി ഇപ്പോൾ അങ്ങേര് ഈ പറഞ്ഞതെല്ലാം ചെയ്ത് 10 വർഷത്തിന് മുമ്പ് അണ്ണ, എന്നാലും അത് വളരെ മോശമായി പോയി അണ്ണ. ആ പെൺകുട്ടി പിന്നെ ആ കൊച്ചിന് പിന്നെ തലയ്ക്ക് സുഖമില്ലാതൊക്കെ ആയി എന്നാണ് പറയണത്. അതിന് സൈക്കാട്രി ഡോക്ടർമാരടുത്ത്, ഈ മനഃശാസ്ത്ര രോഗത്തിൻ്റെ, ഈ മാനസിക രോഗത്തിൻ്റെ ഡോക്ടർമാരടുത്തൊക്കെ കൊണ്ടുപോയെന്നാണ് തങ്കപ്പണ്ണ പറയണത്. അപ്പം എന്തരായിരുന്നാലും പൊടിയ, നീ ഇപ്പം ഈ ചോദിച്ച 2 കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, മുകേഷിന് അങ്ങേര് MLA ആയതുകൊണ്ട് അറസ്റ്റ് ചെയ്തോ, അറസ്റ്റ് ചെയ്തിട്ട് വിട്ടോ എന്തോ അങ്ങേര് പറയണ, അങ്ങേർക്ക് ഇതൊന്നും ഓർമ്മയില്ലെന്ന്. ഇപ്പം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നാണ് പറയണത്. പക്ഷേ ഇങ്ങനെ ഉണ്ടെന്ന് പറയണമെങ്കിലും ചിലപ്പോൾ അറസ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യൂല. എന്തരൊക്കെ ആയിരുന്നാലും നമുക്ക് ഇതെല്ലാം കാണാപ്പി. നമുക്ക് ഇനിയിപ്പോൾ എന്തരൊക്കെ സംഭവിക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ.